ലവ് പീസ് ആൻഡ് ജോയ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിതേ ഹോസ്പിറ്റലിലാണ് ഗൈസ്. ഞങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ വിമൻ ആൻഡ് ചിൽഡ്രൻ. 2 hours, മോർ ദാൻ 2 hours എടുത്ത് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വന്നതാണ്. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട് പറയാം. ഇൻഡക്ഷൻ ഓഫ് ലേബർ അതായിരുന്നു ഇൻ ദ ഡിസ്കഷൻ. ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഇത്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കേട്ടിട്ടില്ല, ആരും ചെയ്തതായിട്ട് അറിയാനും പാടില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത് കേൾക്കുന്നത് തന്നെ. സാധാരണ ആൽവിൻ കാറ് പാർക്ക് ചെയ്യാറില്ല, വെയിറ്റ് ചെയ്യും. ഞാൻ എന്നിട്ട് കഴിയുമ്പോഴേക്കും വരും. പക്ഷെ ഇതിപ്പോൾ പാർക്ക് ചെയ്യണം, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. മെഡിസിൻസ് വാങ്ങിക്കേണ്ടി വന്നു. മെറ്റ്ഫോമിൻ, നമ്മുടെ ഡയബറ്റിക്സിൻ്റെ അതിൻ്റെ, അതേപോലെ അയൺ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. അതൊക്കെ അവരൊരു 1 monthലേക്കും കൂടി തന്നിട്ടുണ്ട്. എന്തായാലും ഇൻഡക്ഷൻ ഓഫ് ലേബർ ഒരു മാതിരി കേട്ടിട്ട് കുറച്ച് കിളി എൻ്റെ പോയിട്ടുണ്ട് ഫസ്റ്റ് ടൈം കേൾക്കുന്നത് കൊണ്ട്. ജസ്പോയിനെ സ്കൂൾ വിട്ടില്ല. ജസ്പോയ്ക്ക് പനി, ഇപ്പോൾ പനി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും മോർണിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊച്ചിന്. പിന്നെ അവന് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. യെസ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ കാറി കയറിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കണേണ്. എസ് ബോയ് ബാക്കിലേക്ക് ഇരിപ്പുണ്ട് കള്ളൻ. എസ് ബോയുടെ ഹെയർ കട്ട് ചെയ്യണം ഇന്ന് കുറേ പരിപാടി ഉണ്ട് ഗൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡായി. ആ ശരി. അപ്പോൾ അതേ ആൽവിൻ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതേ ഇന്ന് കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നല്ലൊരു വീഡിയോ ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബൂവയുണ്ട്, ബേബിയുടെ ബൂവയും വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ. ഞങ്ങൾ ജസ്റ്റ് ബോയ് ഉണ്ടാവുന്ന ഒട്ടും വിചാരിച്ചില്ല. അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ ആരെങ്കിലും കൂടി പോകാമെന്ന് വിചാരിച്ചത്, പക്ഷെ അവന് വയ്യാത്തോണ്ട് വിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ബേബിയുടെ ഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, സ്വാഡൽ ക്ലോത്ത്സ്, പിന്നെ ബ്ലാങ്കറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ക്രീം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒക്കെ വാങ്ങിക്കാനുണ്ട്. എൻ്റെയൊക്കെ ഓൾമോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും ബേബിയുടെ എല്ലാം വാങ്ങിക്കാൻ പോകുന്നത് ഇന്നാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആകും, എന്തൊക്കെയാകും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബേബിക്കൊരു ഗിഫ്റ്റ് ഇടിയിട്ടുണ്ട് ഫസ്റ്റായിട്ട്. ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ധൃതി. ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ നമ്മുടെ ടൈം ഇതായി. ആൽവിന് യെസ് അതും കൂടി വെച്ചോ മോൻ. അപ്പോൾ പെട്ടെന്ന് ആൽവിനും തിരിച്ച് ഇനിയിപ്പോൾ ഊബർ പോകണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാം എടുത്തേ. കുറച്ചും കൂടി എടുക്കാനുണ്ട് സാധനങ്ങൾ. അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനെല്ലാം ന്യൂട്രൽ കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കളേഴ്സ് എടുക്കാനാണ് താല്പര്യം. പിങ്ക്, ബ്ലൂ അതിനോടൊന്നും അങ്ങനെ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും നമുക്ക് പിന്നീട് എടുക്കാം. തൽക്കാലം ന്യൂ ബോൺ ബേബീസിനൊക്കെ നമ്മൾ ഇപ്പോഴും ന്യൂട്രൽ കളേഴ്സ് അല്ലേ ഉടുപ്പിക്കാറ്. വീട്ടിലാണെങ്കിലും നമ്മൾ നാട്ടിലാണെങ്കിലും മറ്റേ കോട്ടൺ, വൈറ്റ് ഒക്കെ അല്ലേ ഉടുപ്പിക്കുന്നത് കൂടുതലും. അപ്പോൾ അതേപോലത്തെ ഇവിടെ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ബോഡി സ്യൂട്ടും ജംപ് സ്യൂട്ടും പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ബ്ലാങ്കറ്റ്സ് കുറച്ചൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തു. ഇനി ബേബി പ്രൊഡക്ട്സ് എടുക്കാനുണ്ട്. ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അവീനോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ സംഭവം ഇപ്പോൾ ഞങ്ങൾ പോയ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതെടുത്തിട്ടില്ല. ബാക്കി അത്യാവശ്യം എനിക്ക് തോന്നുന്ന ബ്ലാങ്കറ്റ്സ്, പിന്നെ ജംപ് സ്യൂട്ട്സ്, ബോഡി സ്യൂട്ട്സ്, സോക്സ്. ഇനി ബ്ലാങ്കറ്റ് ഒരെണ്ണം കൂടി എടുക്കണം. ബ്ലാങ്കറ്റ് ഇപ്പോൾ ഒരെണ്ണം കിട്ടിയുള്ളൂ. ബാക്കി എല്ലാം പിങ്കും ബ്ലൂവും ഷെയ്ഡ്സ് ഉള്ള കളേഴ്സാണ്. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ന്യൂട്രൽ കളേഴ്സ് ഓർ വൈറ്റ്. അതിനി പിന്നെ എടുക്കാൻ പോകണം. പിന്നെ എനിക്കും ടവലൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ആൽവിൻ പോയി, വന്ന ഉടനെ തന്നെ ആൽവിൻ പോയി, ഊബറിറ്റിന് പോയി, ഓടി. ജസ്റ്റ് ബോയ് ഇങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെ ന്യൂ ടോയ്സ് വാങ്ങിച്ചേക്കണം, അത് കാണിച്ചു കൊടുത്തേ. പുതിയ ടോയ് ഒക്കെ അവിടെ നിന്ന് പൊക്കി ബേബിക്ക് വാങ്ങിക്കാൻ പോയതാണ്. ജസ്റ്റ് ബോയ് ആണ് വാങ്ങിച്ചേക്കണത് മെയിനായിട്ട്. പെൻ കാണിച്ച ഓ എന്തോ ഇങ്ങനെ പോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് യൂണിവേഴ്സ് ആണല്ലോ. ഇതെങ്ങനെ എഴുതണത്? ഓപ്പൺ ഇറ്റ്. ഓ വാവ്, കൂൾ. വേണ്ട എന്നാ പോയിക്കോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇന്ന്. അത് നടന്നു, എന്നാലും എല്ലാം നടന്നിട്ടില്ല. ഇനി വേറൊരു ദിവസം പോവും, അല്ലെങ്കിൽ ആൽവിൻ തന്നെ കാണുമ്പോൾ വാങ്ങിച്ചോളും.
അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അല്ല അതിനെപ്പറ്റി പറയാട്ടെ. അത് കുറച്ച് നല്ല രസമാണ് കേൾക്കാൻ. എനിക്ക് തോന്നുന്നത് നിങ്ങളും ആഗ്രഹിക്കും കേൾക്കണത്. മേ ബി ഇവിടെ ഉള്ളവർക്ക് കേട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. എനിക്കിത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് ഷെയർ ചെയ്യാം. എനിക്കത് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ലെറ്റ് സി. എനിവേ ടുഡേ ഹെക്റ്റിക് മോർണിംഗ് എണീറ്റിട്ട് ഓട്ടമായിരുന്നു ഹോസ്പിറ്റലിൽ. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന്. അവരൊക്കെ അയൺ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞ്. ഇനി അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാനപ്പോൾ ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്താണെന്ന് പറഞ്ഞുതരാം. സോ ഗൈസ്, ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. മൺഡേ ആണ് നമ്മൾ ഇവിടെ പോയത്, ഹോസ്പിറ്റലിൽ പോയത്. ഡോക്ടേഴ്സായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആയിരുന്നു. 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് നല്ലൊരു രീതിയിൽ ഡിസ്കഷൻ നടന്നേക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് മൺഡേ പിന്നെ ജസ്റ്റ് പോയിക്ക് വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ട്യൂസ്ഡേ ഇന്നലെ ക്ലാസ്സിൽ വിട്ടു കൊച്ചിനാ. ഇന്നലെ പക്ഷേ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഹെൽത്ത് വിസിറ്റർ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ വരുമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നേച്ച്. അപ്പോൾ ഹെൽത്ത് വിസിറ്റർ വന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കണമായിരുന്നേ. കുക്കിംഗ് എല്ലാം വൈകി. അങ്ങനെ മൊത്തത്തിൽ അവരൊക്കെ വരുമ്പോൾ നമ്മളുടെ ഒരു കുക്കിങ്ങിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെന്ന് വെച്ചിട്ട് ഞാൻ അവർ വന്ന് പോയിട്ട് കുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ കുറേ ടൈം പോയി. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ആസ് ഐ സെയ്ഡ് ബിഫോർ നമ്മുടെ ഫേസൊക്കെ മാറി, ഹെൽത്തൊക്കെ കുറച്ച് ഇതായി, വീക്കായി ബോഡി. പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. എനിക്കപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ അത് ഇന്നിപ്പോൾ മോർണിംഗ് ജസ്റ്റ് പോയിനെ സ്കൂളിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ആക്കി, ഐ മീൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി തിരിച്ചെത്തി. ഓക്കെ, വെനസ്ഡേ ആണെന്ന്. ഇനി ഈ പ്രഗ്നൻസി വ്ളോഗ്സൊക്കെ ലാഗ് ചെയ്യിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും 36 വീക്സിലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പോൾ നമ്മുടെ പ്രൊസീജിയേഴ്സിനെ പറ്റി പറയാം. അതാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ഇപ്പോൾ 39 വീക്സ് ആയിട്ടും എനിക്ക് നാച്ചുറലി ലേബർ സ്റ്റിമുലേറ്റ് ആയില്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് ആണത്. അതിൽ ഫസ്റ്റ് വൺ മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറയും. ഇത് ഫോർ എക്സാമ്പിൾ ഇത് എല്ലാവർക്കും ചെയ്യണം എന്നില്ല. കാരണം ഇതിപ്പോൾ എനിക്ക് ഓൾറെഡി റിസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ അവർ ഡോസൊക്കെ കൂട്ടിയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുൻപ്. അതേപോലെ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ എനിക്കിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 39 വീക്സ് ആയിട്ടും നാച്ചുറലി നമുക്ക് ലേബർ ആയില്ലെങ്കിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചെയ്യുമെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നതല്ല. അപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ അവരതിൻ്റെ ഒരു നല്ല വശങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു. സോ ബേസിക്കലി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇത് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് ചെയ്തിട്ടില്ല. മേ ബി നമ്മൾ ലേബർ പെയിനൊക്കെ ആയിട്ട് ലേബർ റൂമിൽ കിടക്കുമ്പോൾ നേഴ്സും ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് നമ്മുടെ സെർവിക്സ് ചെക്ക് ചെയ്യാറുണ്ട്. അത് ഡൈലേറ്റ് ആയാന്ന് നോക്കുന്ന ഒരു പ്രൊസീജിയറാണ്. മെംബ്രെയിൻ സ്വീപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല, മേ ബി അതായിരിക്കാം. എന്തായാലും മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ലേബർ പെയിനൊക്കെ വന്നതിന് മുൻപ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മളതൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് മിഡ് വൈഫിൻ്റെ അടുത്ത് പോയി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ മിഡ് വൈഫാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബേസിക്കലി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, സെർവിക്സ് ഈ അമ്നിയോട്ടിക് സാക്ക് ഉണ്ടല്ലോ, അതും ഈ സെർവിക്സും യൂട്രസും തമ്മിൽ ഒരു ലൂസൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണിത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടാം, അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ലൂസൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നാച്ചുറലി തന്നെ നമുക്കൊരു വിത്തിൻ 7 ഡേയ്സ് ലേബർ സ്റ്റിമുലേറ്റ് ആവും. ലേബറിൽ ഇൻഡ്യൂസ് ആവാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പയ്യെ ജെന്റലി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അത് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ അത് ചെയ്യാതെ തന്നെ നാച്ചുറലി എല്ലാം സംഭവിക്കട്ടെ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. അതായത് അതിന് മുൻപ് തന്നെ ലേബറൊക്കെ സ്റ്റിമുലേറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുക. സോ ഇനിയിപ്പോൾ 39 വീക്സ് കഴിഞ്ഞു. ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ടും നമുക്ക് ലേബർ സ്റ്റിമുലേറ്റ് ആയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. അത് 40 വീക്സിലാണ് ചെയ്യുന്നത് കേട്ടോ. 40+ വീക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും എനിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡേറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നുണ്ട്. ബിക്കോസ് ഐ ഡു ഷെയർ റൈറ്റ്. ഈ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് മുതലേ ഓൾമോസ്റ്റ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് കാണുന്ന എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. ബിക്കോസ് എനിക്കിപ്പോൾ അതാണ് വേണ്ടത്. നമുക്ക് മനുഷ്യന്മാർ ചുറ്റുമില്ല. ജസ്റ്റ് ബോർഡ് സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ലേബർ റൂമിൻ്റെ
പുറത്ത് ഞാൻ ലേബർ റൂമിൽ ആയിരിക്കുമ്പോൾ പുറത്ത് നിറച്ചു ആൾക്കാരായിരുന്നു. അപ്പോൾ നേഴ്സുമാർ വന്ന് കളിയാക്കി പറയും, ഞാൻ ലേബർ പെയിനിൽ കിടക്കണേണ്, എന്നാലും പറയും ചേച്ചി ജാതകമുള്ള ആൾക്കാർ പുറത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ ചിരിച്ച് തമാശക്ക് വന്ന് പറഞ്ഞിട്ട് പോകുമായിരുന്നു. അത്രയും ആൾക്കാരായിരുന്നു പുറത്ത്. പക്ഷേ ഈ പ്രാവശ്യം ആൽവിനും ഞാനും, കൊച്ചിന് എന്തായാലും വരാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലിൽ, കൊച്ചിനെ നമുക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം. ആൽവിനാണെങ്കിലും എത്രത്തോളം എങ്ങനെയൊക്കെയാണെന്നൊരു ഐഡിയ ഇല്ല. സോ നിങ്ങളുടെ പ്രേയേഴ്സ് എന്തായാലും വേണം. കർത്താവ് മാത്രമേ ഇപ്പം എനിക്ക് കൂടെ ഉള്ളൂ അങ്ങനെ പറയാൻ വേണ്ടി. അപ്പോൾ എല്ലാവരുടെയും പ്രേയേഴ്സിൽ പ്രത്യേകം ഓർക്കുക, എല്ലാം കറക്റ്റായിട്ടൊക്കെ വരാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓക്കെ. ഈ എന്താ മെംബ്രെയിൻ സ്വീപ്പിനെ പറ്റി അല്ലെങ്കിൽ സെർവിക്കൽ സ്വീപ്പ് എന്നുള്ള പേരും കേട്ടോ. ഇതിനെ പറ്റി ഇതിക്ക് മുമ്പ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ഡൗൺ ചെയ്യുക, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ഡൗൺ ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും ഈ സംഭവം ചെയ്തിട്ടും നമ്മൾക്ക് ഒരു ലേബർ സ്റ്റിമുലേറ്റ് ആയില്ലെങ്കിൽ ചെയ്യുന്നതാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. അതൊരു 4 സ്റ്റേജ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേപ്പറിലൊക്കെ ഞാൻ സൈൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി. അത് ഞാൻ പറയാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്താണെന്ന് നോക്കാം ഇനി കേട്ടോ. ഇതൊരു 4 ഡേയ്സ് പ്രോസസ്സാണ്. 4 ഡേയ്സ്. ഇത് എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപ് ഒരു 39 വീക്സിന് മുൻപ് എനിക്ക് നാച്ചുറലി ലേബർ സ്റ്റാർട്ട് ചെയ്താൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. അപ്പോൾ അല്ലെങ്കിലാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ അവർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 40+ വീക്സിലാണ് നമുക്ക് ഇൻഡക്ഷൻ ഓഫ് ലേബർ IOL ചെയ്യാൻ പോകുന്നത്. ഡേ 1 ചെയ്യാൻ പോകുന്നത് സെർവിക്കൽ റൈപ്പനിങ് ബലൂണാണ്. അതായത് ഇതൊക്കെ ഞാൻ കേട്ടിട്ട് ഫസ്റ്റ് ടൈമാണ് കേൾക്കണത്. ഒരു വാട്ടർ ഫിൽഡ് കൈൻഡ് ഓഫ് ബലൂൺ അത് സെർവിക്സിൽ അവർ പ്ലേസ് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ സെർവിക്സ് വൈഡൻ ചെയ്യാൻ വേണ്ടിയാണ് നാച്ചുറലി. ഇപ്പോൾ 24 hours അത് വെക്കും. കാരണം ഞങ്ങളുടെ വീടിനടുത്താണ് ഹോസ്പിറ്റൽ, അധികം ഒരുപാട് ദൂരമില്ല. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വിടും വീട്ടിലോട്ട്. ആ 24 hours നമുക്ക് എന്തെങ്കിലും പെയിൻ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇമീഡിയറ്റ്ലി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അല്ലെങ്കിൽ പിറ്റേ ദിവസം 24 hours കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ലേബർ സ്റ്റിമുലേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് ഡേ ചെയ്യാൻ പോകുന്നത് പ്രോപ്പസ് ആണ്. പ്രോപ്പസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടാമ്പൺ കൈൻഡ് ഓഫ് തിങ് എഗെയിൻ സെർവിക്സിൽ വെക്കുന്നു. അപ്പോൾ അത് നമ്മുടെ സെർവിക്സിലെ ഹോർമോൺസിനെ എന്തൊരു ഹോർമോണൽ കൈൻഡ് ഓഫ് തിങ് ആണ്. അത് സോഫ്റ്റൻ ചെയ്യാനും കുറച്ച് ഡയലേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. എഗെയിൻ 12-24 hours ആണ് അതിൻ്റെ ഒരു ടൈം. അതുവഴി ചിലപ്പോൾ നാച്ചുറലി നമുക്ക് ലേബർ ഇൻഡ്യൂസ് ആകാം. ഇനി അതും സംഭവിച്ചില്ലെങ്കിലാണ് നെക്സ്റ്റ് ഡേ 3 പ്രോസ്റ്റിൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്. അത് ടാബ്ലറ്റാണ്, എഗെയിൻ മെഡിക്കേഷനാണ്. അത് പ്ലേസ് ചെയ്യും സെർവിക്സിൽ. അത് ഇതേപോലെ തന്നെ സെയിം വർക്കിംഗ് ആണ്, പക്ഷെ ഡിഫറെൻറ്റ് മെഡിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ സെർവിക്സ് വൈഡൻ ആകാനും സോഫ്റ്റ് ആകാനും ഡയലേറ്റ് ആവാനൊക്കെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇവരിത് റിപ്പീറ്റ് ചെയ്യും. ഓപ്ഷണൽ സെക്കൻഡ് പ്രോപ്പസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഒന്നും പോകാതെ ഇരിക്കണം. അതുവരെയൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. എസ്പെഷ്യലി ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളപ്പോൾ അത് നമുക്ക് കൊച്ചിനും എനിക്കും അത് ശരിയല്ല. അത് ഇത്രയും പ്രൊസീജിയറെല്ലാം കഴിഞ്ഞിട്ടും നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയൊരു ന്യൂ നോളജാണ്. അപ്പോൾ ഞാനത് മിക്കവാറും തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ. സോ അതുകൊണ്ട് ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഫുള്ള് അവർ പ്രത്യേകം പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ, ഇതൊന്നും ചെയ്യാതെ തന്നെയാണ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചെസ്പോയുടെ കാര്യത്തിൽ എനിക്ക് വേറെ ഒന്നും വന്നില്ല. എനിക്ക് വന്നതായി കൂടി വാട്ടർ ബ്രേക്കായി. പിന്നെ അവർ നമ്മുടെ നാട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്തോ ഇഞ്ചെക്ഷൻ വെച്ചിട്ടാണ്. വേറെ ഇതൊന്നും കേട്ടിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിൽ എൻ്റെ വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് എനിക്ക് ഇഞ്ചെക്ഷൻ വെച്ചായിരുന്നു അവർ. കാരണം നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു 7 o'clock ഇഞ്ചെക്ഷൻ വെച്ചു. കൊച്ചിനെ ഞാനൊരു 10:59 ആയപ്പോൾ ഡെലിവറി ആയി. അപ്പോൾ അങ്ങനെ പോയി. നമുക്ക് വേറെ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പോയി 38 വീക്സിലായിരുന്നു അവൻ്റെ ഡെലിവറി. അപ്പോൾ അതേപോലെ തന്നെ വാട്ടർ ബ്രേക്കേജ് ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിത് കേട്ടത് വാട്ടർ ബ്രേക്ക് ചെയ്താൽ അവർ വേറെ എവിടെയോ നമ്മളെ വിടും എന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. ഒന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ പയ്യെ ഓരോന്നും കേട്ട് കണ്ടൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കണം. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഡൗൺ. ഓക്കെ. ഞാൻ കൂളാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിളി പോയി എൻ്റെ ഫസ്റ്റ് കേട്ടപ്പോൾ. ഒറ്റക്കായിരുന്നു കേട്ടത്. ആൽവിനുണ്ടായിരുന്നില്ല. ആൽവിന് കൊച്ചും പുറത്തായിരുന്നു. പക്ഷേ എന്തായാലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണം.
എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല, പേടിച്ചിട്ട് കാര്യമില്ല. എനിവേ, റിമെമ്പർ മീ ആൻഡ് മൈ ബേബി ഇൻ യുവർ പ്രേയേഴ്സ്. ജസ്പോയിനെയും ആൽബിനെ എല്ലാം ഓർക്കുക. ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. നമുക്ക് കുറേ പേരുണ്ട് ഇവിടെ UK-ൽ, ബട്ട് എല്ലാവരും എല്ലാവരുടെ ലൈഫിൽ ബിസിയാണ്. സോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്താ പറയേണ്ടതെന്ന് കിട്ടണില്ല. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻഡക്ഷൻ ഓഫ് ലേബർ, മെംബ്രെയിൻ സ്വീപ്പ് അല്ലേ. പുതിയ ടേംസ് ഒക്കെ പഠിച്ചില്ലേ? യു ഹാവ് ടു താങ്ക് മീ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേബിക്ക് വേണ്ടി ആദ്യമായിട്ട് വാങ്ങിച്ചേക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ഒന്നും കാണിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ കാണിക്കാം കേട്ടാ. ഹോസ്പിറ്റൽ ബാഗ് പോലെ സെറ്റപ്പ് ചെയ്തതും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ചെസ്റ്റ് ബോർഡ് സമയത്ത് ചെയ്തത് ടോട്ടലി ഡിഫറെൻറ്റ് ക്ലോത്ത്സ് ആയിരുന്നല്ല. നാട്ടിൽ നമ്മൾ കോട്ടൺ തുണികളും ഡ്രസ്സൊക്കെ ആണെങ്കിലും ഭയങ്കര തിന്നറുള്ള ക്ലോത്ത്സ് അല്ലേ യൂസ് ചെയ്യുന്നത്. ഇവിടെ ബേബിനെ നമുക്ക് എന്തായാലും ജംപ് സ്യൂട്ടും ബോഡി സ്യൂട്ടും സ്വാഡൽ ക്ലോത്ത്സ് ഒക്കെ വെച്ച് കവർ ചെയ്യേണ്ടി വരും ഇവിടുത്തെ ഒരു വെതർ വെച്ചിട്ട്. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണെങ്കിലും എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിലും നേഴ്സിംഗ് ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിലും. നാട്ടിൽ നമ്മൾ നൈറ്റി, എല്ലാം നൈറ്റി. ഇവിടെ ഞാൻ നൈറ്റി ഒന്നും അല്ല, ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്ലോത്ത്സ് ഒക്കെയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ എത്ര വേഗം വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.